കേരളത്തിൻ്റെ യുവതലമുറയ്ക്കിടയിൽ ഒരു ഹരമായി മാറുകയാണ് ടാറ്റൂയിങ്. ഈ ടാറ്റൂയിങ്ങിൽ പ്രശസ്തനായ ഒരു ടാറ്റൂ ആർട്ടിസ്റ്റിനെയാണ് ലോഗിനിലൂടെ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കൃഷ്ണദേവ്. തിരുവനന്തപുരം സ്വദേശിയായ കൃഷ്ണദേവിനെ നമുക്കിനി പരിചയപ്പെടാം. ഞാൻ കൃഷ്ണദേവ്. ഞാനൊരു ടാറ്റൂ ആർട്ടിസ്റ്റാണ്. തിരുവനന്തപുരം പൗടിക്കോണം എന്ന സ്ഥലത്ത് റോയൽ ടാറ്റൂ സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു ടാറ്റൂ ഷോപ്പ് നടത്തുകയാണ്. കൊച്ചിലെ വരയ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ടാറ്റൂയിലോട്ട് വരാൻ കാരണം. മ്യൂറൽ പെയിൻറ്റിങ്ങും ഓയിൽ പെയിൻറ്റും അക്രിലിക്കും എല്ലാം ചെയ്യും, വാട്ടർ കളറും ചെയ്യുമായിരുന്നു. പിന്നെ അങ്ങനെ പുറത്ത് പോയ സമയത്ത് അവിടെ പഠിക്കാൻ നല്ലൊരു ചാൻസ് കിട്ടി ടാറ്റൂ. അങ്ങനെ അവിടെ നിന്ന് ടാറ്റൂ പഠിക്കുകയും അവിടെ തന്നെ ടാറ്റൂ ചെയ്യുകയും ഇപ്പോൾ നാട്ടിൽ ഇവിടെ റോയൽ ടാറ്റൂ സ്റ്റുഡിയോ എന്നൊരു പേരിൽ ഒരു ടാറ്റൂ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാഖിൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് എൻ്റെ മാനേജറായിരുന്ന ഒരു പുള്ളിക്കാരനാണ്, ഒരു ഫോറിനേഴ്സാണ്, കക്ഷിയാണ് എനിക്കിത് പഠിപ്പിച്ചു തന്നത് ടാറ്റു ചെയ്യാൻ. എൻ്റെ ഈ വരയ്ക്കാനുള്ള വാസന കണ്ടാണ് പുള്ളി എനിക്കിത് പഠിപ്പിച്ചു തന്നത്. ഒരുപാട് ടാറ്റു വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഡ്രാഗൺ ടാറ്റു, ഏഞ്ചൽസ് ടാറ്റു, ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ശിവൻ്റെ ടാറ്റു ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പിന്നെ പോർട്രേറ്റുകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പോർട്രേറ്റ് ചെയ്യാൻ വരുന്നുണ്ട്, അവർക്ക് പോർട്രേറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ശിവൻ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ബാക്ക് സൈഡ് ഒരു ടാറ്റു ഉണ്ട്, അതൊക്കെ നല്ല വർക്കുകളാണ്. പിന്നെ ഒരുപാട് ശിവൻ്റെ വർക്കുകൾ, ഫേസുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡിങ് വർക്കുകളാണ് കൂടുതലും ചെയ്യാൻ താല്പര്യം. ഷെയ്ഡിങ്, സ്കൾ, തീംസ് വർക്കുകൾ, പിന്നെ ട്രൈബൽ ടൈപ്പ് ടാറ്റുകളും കൂടുതലായി വരുന്നുണ്ട്. പിന്നെ മൗരീഷ്യസ് ടാറ്റു. ടാറ്റുവിന് ഉപയോഗിക്കുന്ന മെഷീൻസും ഇങ്കും നീഡിൽസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടാറ്റു വരയ്ക്കാൻ പറയുന്ന വ്യക്തികൾ അവരോരോ പടങ്ങൾ കൊണ്ടുവരും, അതിനനുസരിച്ച് നമ്മളതിനെ വരച്ച് ആണ് അത് ചെയ്യുന്നത്. ഔട്ട്ലൈൻ വരയ്ക്കാൻ നീഡിൽ പ്രത്യേകം, ഷെയ്ഡിങ്ങിന് സെപ്പറേറ്റ് നീഡിലുണ്ട്. എല്ലാത്തിനും ഓരോ ഇങ്ക് ആയാലും ഡാർക്ക്, ലൈറ്റ്, മീഡിയം, അങ്ങനെ ഇങ്കുകൾ സെപ്പറേറ്റ് ഉണ്ട്. ഓരോന്നിനും ഓരോ. പിന്നെ കളറുകൾ 42ഓളം കളറുകളുണ്ട്. ആദ്യമേ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ പടം കൊണ്ടുവരും. ആ പടം നമ്മൾ നോക്കി അതിന് സ്റ്റെൻസിൽ പേപ്പറുണ്ട്, അതിൽ വെച്ചത് വരച്ച്, അല്ലെങ്കിൽ അവർ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവരികയാണെങ്കിൽ സ്റ്റെൻസിൽ പ്രോയിൽ വെച്ച് വരയ്ക്കും. ഇല്ലെങ്കിൽ അവരുടെ സൈസിന് നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അതിനെ സ്റ്റെൻസിൽ പ്രോയിൽ വെച്ച് വരച്ച്, അതിനുശേഷം ഒരു ജെല്ലുണ്ട്, ആ ജെല്ല് ആ വരയ്ക്കേണ്ട ഭാഗത്ത് പുരട്ടി ഇത് ഒട്ടിച്ച് അത് ഇളക്കിയ ശേഷം അവിടെ ആ പടം പതിയും. അതിനുശേഷം ഔട്ട്ലൈൻ വരയ്ക്കേണ്ട ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം ഷെയ്ഡ് ചെയ്ത് ടാറ്റു സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ ഒരുപാട് വേദന കാണുമല്ലോ. ഈ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഈ ടാറ്റുവിന് ഭയങ്കര വേദനയെന്ന് പറഞ്ഞ് പരത്തി ഈ ടാറ്റുവിന് ആൾക്കാർക്കൊരു പേടിയാണ്. ടാറ്റു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റിലുള്ള ലെയറിൽ മാത്രമേ നമ്മൾ ടാറ്റു ചെയ്യുന്നുള്ളൂ. ആ ലെയർ വിട്ട് അകത്തോട്ട് പോകുന്നില്ല. ഈ അറിഞ്ഞുകൂടാത്തവർ അടിച്ച് ഈ ലെയർ വിട്ട് അകത്ത് പോയി പൊട്ടി അങ്ങനെയൊക്കെയാണ് ഈ ആൾക്കാർക്ക് ഈ ടാറ്റുവിൻ്റെ ഒരു ഭയമായിപ്പോയത്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അതിനുള്ള ഓയിൽമെൻറ്റ്, ഇതെല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ടാറ്റുവിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഒരു സംഭവം വരുന്നില്ല, അടിപൊളിയായിരിക്കും ടാറ്റു ചെയ്ത് കഴിഞ്ഞാൽ. ടാറ്റുവിനെ കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്, ഈ പണ്ട് കാലത്ത് പച്ച കുത്തുന്ന സംവിധാനമല്ല ടാറ്റു. അവരത് ഒരേ സൂചിക്കാണ് എല്ലാവർക്കും വരയ്ക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ ഓരോന്നിനും ഓരോ പുതിയ നീഡിലാണ്. പുതിയ നീഡിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പൊട്ടിച്ച് അതിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഷെയ്ഡിങ്ങിനായാലും ഔട്ട്ലൈനായാലും ഏതിനായാലും പുതിയ നീഡിലുകളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംഭവം ഇതിലുണ്ടാവുന്നില്ല. അങ്ങനെ പേടിക്കേണ്ട കാര്യവുമില്ല ടാറ്റുവിനെ കുറിച്ച്. ട്രൈബൽ ടാറ്റു ചെയ്യുന്നതിന് സൂപ്പർ ബ്ലാക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്ലാക്ക് ഒരുപാട് ടൈപ്പുണ്ട്, എല്ലാം നമ്മൾ പുറത്തുനിന്ന് വരുത്തുന്നതാണ് ഇങ്കുകളെല്ലാം. പിന്നെ സ്കിൻ ക്യാൻഡിയുടെയാണ് കളറെല്ലാം ഇരിക്കുന്നത്. സ്കിൻ ക്യാൻഡിയുടെ ഇങ്കുകളാണ് എല്ലാ കളറും, 42 കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം സ്കിൻ ക്യാൻഡിയുടേതാണ്. അമേരിക്കൻ്റെ ഇങ്കാണ് എല്ലാം. ഔട്ട്ലൈൻ വരയ്ക്കാൻ 3RL ജാഗ്വാറിൻ്റെ നീഡിൽസാണ് യൂസ് ചെയ്യുന്നത്. 3RL ഔട്ട്ലൈൻ വരയ്ക്കാൻ. അത് കഴിഞ്ഞ് ഷെയ്ഡിങ്ങിന് 7RS, 8RS, അങ്ങനെ 14RS, അങ്ങനെ വലിയ ഷെയ്ഡിങ്ങിന് വലിയ നീഡിൽസുകൾ യൂസ് ചെയ്യും. ഷെയ്ഡിങ്ങിന് സെപ്പറേറ്റ് മെഷീനാണ്, ഔട്ട്ലൈൻ വരയ്ക്കാൻ പ്രത്യേക മെഷീനാണ്. 2010 ഞാൻ ടാറ്റു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് മാസത്തിൽ പോലും ഒരു വർക്കില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഡെയിലി വർക്കുണ്ട്, ഒരുപാട് വർക്കുണ്ട്. ഈ പഴയ വർക്കുകൾ റീവർക്ക് പലയിടത്തും ചെയ്ത് പച്ച കുത്തിയത് തന്നെ അതിനെ മാറ്റി പുതിയ ടാറ്റു ചെയ്യുന്നതിനും, പിന്നെ പഴയ ഓരോ സ്ഥലങ്ങളിൽ ചെയ്ത് ഡാമേജ് ആയ ടാറ്റുകൾ അതിൻ്റെ അപ്പുറത്ത് പുതിയ വർക്ക് ചെയ്ത് നല്ല റീവർക്ക് ചെയ്തെടുക്കുന്നതിന് ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ പോലെയല്ല. ഇപ്പോൾ ടാറ്റുവിന് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഒരുപാട് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള കുട്ടികളുണ്ട്, അവർ വരുന്നുണ്ട്, വലിയ ആൾക്കാരുമുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ട്രൈബലാണ്. പിന്നെ ലെറ്റേഴ്സ് എഴുതാനും ഒരുപാട് പേര് വരുന്നുണ്ട്, കൈകളിൽ അവരുടെ പേരെഴുതാനും, പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും പേരെഴുതാനും, അങ്ങനെയൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്.
പിന്നെ ട്രൈബിൾ കൂടുതൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഷെയ്ഡിങ് ടാറ്റുവും ഒരുപാട് പേര് ഷെയ്ഡിങ് ടാറ്റുവും ചെയ്യുന്നുണ്ട്.